ഫ്രണ്ട്സ്, നമ്മുടെ സെപ്റ്റി ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മളത് എം ടി ചെയ്യുകയാണ് കേട്ടോ. ഓരോ വർഷവും നമ്മളത് എം ടി ചെയ്യുന്നത് ബെറ്ററാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷത്തേക്ക് 2 ഇയറായി, ശരിയാ 2 വർഷത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം ചെയ്യേണ്ടായിരുന്നു, ഈ വർഷം ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഫുള്ളായി. അപ്പം ഞാൻ എം ടി ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് നമ്മളെ വിളിച്ചത് കേട്ടോ, സെപ്റ്റിക് എഡ്ഡി. ഇത് ശരിക്കും ലിമറിക്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എനിക്ക് പാറ്റ്, നമ്മുടെ നൈബർ പാറ്റ് പറഞ്ഞതാണ്, നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എം ടി ചെയ്യുന്നതിന് 270 യൂറോയാണ് കേട്ടോ അവർ പറഞ്ഞത്. 270 യൂറോ. ഞാനിത് പോയിട്ട് ഇവിടുത്തെ സിസ്റ്റം അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എവറി 2 ഇയർ അത് ഫില്ലാകുമ്പോഴത്തേക്കും എടുത്ത് കളയുന്നതാണ് ബെറ്റർ കേട്ടോ. ഞങ്ങളുടെ മറ്റേ മെയിൻ വാട്ടർ ഇതല്ലല്ലോ, സെപ്റ്റിക് ടാങ്ക് ലൈനല്ല. അവർ നമ്മുടെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പം വാട്ടർ ചെല്ലുന്നോന്നറിയാനായിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ടാങ്ക് എം ടി ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആൾക്കാരുടെ അടുത്തെല്ലാം ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഒരു ടാങ്ക്. അപ്പം ഇത് അത്യാവശ്യം വലിയൊരു ടാങ്കാണ്. എന്ന് വെച്ചാൽ ഒരാൾ ഇറങ്ങി നിന്ന് നമുക്ക് കാണത്തില്ല, അമ്മാതിരി വലിപ്പമുള്ള ടാങ്കാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ ഈ ടാങ്കിലേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് നിറയുമ്പോഴത്തേക്കും ഓവർഫ്ലോ ആയിട്ട് ഇത് വന്ന് നിറയും, ഒരു ബാക്കപ്പ് സിസ്റ്റത്തിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനല്ല. ഇതിനകത്ത് ഫുള്ള് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഓൾമോസ്റ്റ് എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഫുള്ളായിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നത്. എന്നിട്ട് ആ വെള്ളം, അതിലെ സോളിഡ് വേസ്റ്റ് അതിനകത്ത് നിന്നിട്ട് ആ വെള്ളം മാത്രം ഇങ്ങോട്ട് പോകും എന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് പെർക്കുലേഷൻ ഏരിയ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ പെർക്കുലേഷൻ ഏരിയയിലേക്ക് വെള്ളം മാത്രം പോയിട്ട് ഈ വെള്ളം ഈ ലാൻഡിലേക്ക് തന്നെ ഡിസോൾവ് ചെയ്യും. അപ്പം ഈ ടാങ്കിൽ നിന്ന് ഒരു 3-4 പൈപ്പ് ഇങ്ങനെ ഔട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ആ വെള്ളം പോകാൻ വേണ്ടി. എന്നിട്ട് സ്റ്റോൺ നിറച്ചേക്കുവാന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ സ്റ്റോൺ നിറച്ചിട്ട് ആ വെള്ളം ഈ ലാൻഡിൻ്റെ ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഡിസോൾവ് ചെയ്ത് ഇങ്ങനെ പോകും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് പെർക്കുലേഷൻ ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പെർക്കുലേഷൻ ടാങ്ക് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് ഇപ്പം വാട്ടർ ഇല്ല. എന്ന് വെച്ചാൽ വന്ന വാട്ടറെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ സ്പ്രെഡായിട്ട് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ മീനിങ്. അതുപോലെ ഇത് എം ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാട്ടർ പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് പിന്നെ റിമൈനിങ് സോളിഡ് വേസ്റ്റുകളായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ ആ സോളിഡ് വേസ്റ്റാണ് നമ്മൾ എം ടി ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇവരിത് കൊണ്ടുപോയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട് ഇവിടെ ലിമറിക്കിലാണെങ്കിൽ ഡോക്ക് റോഡ് എന്നാണ് പറഞ്ഞത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഇടുക ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൊടുക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ എവറി 2 ഇയർ, ഞങ്ങളിപ്പോൾ 2ാമത്തെ വർഷമാണ്. അപ്പം ഫസ്റ്റ് വർഷം ഞങ്ങൾ ചെയ്യേണ്ടായിരുന്നു, കാരണം ഞങ്ങൾ കയറിയതിന് മുന്നേ ഞങ്ങൾ എം ടി ചെയ്തായിരുന്നു. അപ്പോൾ എവറി 2 ഇയർ നമ്മളിത് എം ടി ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചേക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വർഷം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബിയാൻക്യൂലും അവിടെയൊക്കെ പോകുമ്പം ജസ്റ്റ് സെപ്റ്റി ടാങ്കിന് വേണ്ടിയുള്ള ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പാക്കറ്റിൽ ഒരു സാധനം കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റിലെ ഫ്ലഷിലിട്ടിട്ട് ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വന്ന് കിടക്കും. അത് ഒരു ട്രീറ്റ്മെൻറ്റ് ബാക്ടീരിയ പോലെ. അത് വല്ലപ്പോഴും ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഓൾമോസ്റ്റ് എന്തായാലും അതിനകത്ത് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ കാണും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇതാണ് സെപ്റ്റി ടാങ്ക് എം ടി ചെയ്തത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഫോക്സ് സ്റ്റിൽ ഇവിടെ വന്ന് കഴിക്കും കേട്ടോ. നമ്മളിപ്പോഴും ഫുഡ് കൊടുക്കാറുണ്ട്. അതെ, ഫോക്സ് അവിടെ നിൽപ്പുണ്ട് നമ്മുടെ. എത്ര ഫ്ലൈ വരുന്നുണ്ട് ഇവിടെ. എത്ര ഫ്ലൈ വരുന്നു കുഞ്ഞിൻ്റെ അടുത്ത് വന്നുണ്ടോ? എത്ര ഫ്ലൈ വരുന്നു ഇവിടെ? ഒത്തിരി വരുന്നു. എത്ര ഫ്ലൈ വന്നു? കുറേ വന്നു. സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ഫ്ലൈ വരാറുണ്ടേ. അതാ കുഞ്ഞ് പറയുന്നത്. ദേ ഫോക്സ് വരുന്ന നോക്കിയേ. ഞാനിപ്പം ഇത് വന്ന് നോക്കിയിട്ട് പോയപ്പോൾ ഞാൻ വെറുതെ ഇട്ട് കൊടുത്തതാണേ. അപ്പം തന്നെ വന്ന് കഴിക്കുവാണേ. കണ്ടോ കണ്ടോ കണ്ടോ? ദേ സമ്മറിന് വരുന്ന ഫ്ലൈസ് ആണ് നമ്മുടെ ഇവിടെ. ഓക്കെ,
അവിടെ പോയി തുപ്പിക്കളയുന്നു. അത് ഇവിടുന്ന് എടുത്തോണ്ട് പോവുകയാണ്, എന്നിട്ട് അവിടെ വെച്ചാ കഴിക്കുന്നത്. പ്ലേറ്റ് ഇല്ല. നല്ല ക്യൂട്ടാണ്. എനിക്ക് ക്യാറ്റിന് ഇഷ്ടം, ഫോക്സ് അല്ല. ഫോക്സിന് ഇഷ്ടമല്ല. എപ്പോഴും കുഞ്ഞിനെ നോക്കുന്നു. ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ സാധനം കൂടെ വാങ്ങിയേ. ഇത് എയർ ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ആപ്പിളിൻ്റെ പ്രോഡക്റ്റാണ്. 39 യൂറോ. കുഞ്ഞൂസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പം ഒരു പരിപാടിക്ക് പോയായിരുന്നല്ലോ, നമ്മുടെ മറ്റേ മൈൻഡ് മെഗാമേളയൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള ഭയങ്കര മെഗാ ഇവൻറ്റുകൾ വരുമ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പോൾ നമ്മൾ പിള്ളേരെ എവിടെയെങ്കിലുമൊക്കെ കളിപ്പിക്കാൻ ഇത് ചെയ്യുവാണെങ്കിൽ അപ്പം നമുക്ക് ചിലപ്പം ഇൻ കേസ് അങ്ങനെ മിസ്സായി പോകത്തില്ല, എന്നാലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിള്ളേർ ഇപ്പോൾ കുഞ്ഞൂസാണെങ്കിൽ ഇപ്പം അങ്ങനെ പോകത്തില്ല. പക്ഷെ കുറച്ചുകൂടെയൊക്കെ വലുതാകുമ്പോൾ ഇവർ ഫ്രീ ആയിട്ട് ഇവരെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടത്താനൊക്കെ വിടുമല്ലോ നമ്മൾ ഓരോ ഇവൻറ്റിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ സമയം ഇങ്ങനൊരു സാധനം വാങ്ങി കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ, ഇതൊരു എയർ ടാഗാണ്. ഇങ്ങനൊരു സാധനം തരാം, ഡാഡി തരാം. ഇതേ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇങ്ങനൊരു സാധനം വരും. ഇത് ലൊക്കേഷൻ ഇതിങ്ങനെ ലൊക്കേഷൻ നമുക്ക് തരും, നമ്മുടെ മൊബൈലിൽ ഐഫോണിൽ തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാം. അപ്പം കൊച്ചുങ്ങൾ ഇപ്പം വലിയ ക്രൗഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് സൗണ്ടും പ്ലേ ചെയ്യാം. അപ്പം നമുക്ക് നിയർ ബൈ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൗണ്ട് കേട്ടിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഇതിപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഈ ബോക്സിനകത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇതുണ്ട്, ബാൻഡുകൾ കിട്ടും, സ്ട്രാപ്പുകൾ കിട്ടും. അപ്പം വാച്ച് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വാച്ച് പോലുള്ള സ്ട്രാപ്പുകൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കയ്യിൽ കെട്ടിക്കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ബാക്ക് പാക്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം കുട്ടികൾ സ്കൂളിൽ തന്നെ ഉണ്ടോ, അതോ ബസ്സൊക്കെ കയറി വരുന്നവരാണെങ്കിൽ ബസ് വഴി വരുവാണോ, അപ്പം കുട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ നമുക്ക് ട്രേസ് ചെയ്യാനും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ വാങ്ങിയതാണ്. 39 യൂറോയേ ഉള്ളൂ. ഇതല്ലാതെ വേറെ പ്രോഡക്റ്റുകളും ഉണ്ട് കേട്ടോ. ആൻഡ്രോയിഡിൻ്റെ പ്രോഡക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതാകുമ്പം നമ്മൾ റീചാർജ് ഒന്നും ചെയ്യേണ്ട. ഇതിനകത്ത് ഒത്തിരി നാൾ ഇതിൻ്റെ ബാറ്ററി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യേണ്ട. പിന്നെ ചില പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ USB വെച്ചിട്ട് ഇങ്ങനെ USB ചാർജർ വെച്ചിട്ട് റീചാർജ് ചെയ്യണം. കുഞ്ഞൂസ് ബിഗ് സ്കൂളിലൊക്കെ ആയില്ലേ, അപ്പം കുഞ്ഞൂസിന് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങി ഷോപ്പിൽ പോകും. ഇത് മെയിനായിട്ട് എനിക്ക് നമ്മൾ ഇവൻറ്റിന് പോകുമ്പോൾ മെയിനായിട്ട് ഞാൻ ആ ഇവൻറ്റിന് പോയപ്പോഴാണ് എനിക്ക് ശരിക്കത് ഫീൽ ചെയ്തത്. കാരണം ഭയങ്കര ക്രൗഡാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവം പോലത്തെ ക്രൗഡല്ലേ. അപ്പം നമുക്ക് കൊച്ചുങ്ങളുടെ എപ്പോഴും കൊച്ചിനെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതുമല്ല കൊച്ചുങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പോലും പെട്ടെന്ന് ക്രൗഡ് ഇടയ്ക്ക് വന്ന് മറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എയർ ടാഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ലൊക്കേഷൻ ഫൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പീസ് ഓഫ് മൈൻഡാണേ. അപ്പോൾ അതിങ്ങനെ കയ്യിൽ കെട്ടി കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ പോക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. സിപ്പുള്ള പോക്കറ്റൊക്കെ ആണെങ്കിൽ അതിനകത്ത് കിടന്നോളൂല്ലോ. ഇത് ഫൈൻ മൈ ഡിവൈസ് എൻ്റെ ലൊക്കേഷൻ കാണുന്നതിൻ്റെ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആപ്പിളിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് ഓർഡർ ചെയ്യും. സ്ട്രാപ്പ് ഓർഡർ ചെയ്ത് ഞാൻ കയ്യെ കെട്ടുന്നത് ഏതെങ്കിലും ഒരു വ്ളോഗിനകത്ത് ഞാൻ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇവൻറ്റ് വരുമ്പോൾ അതിന് മുന്നേ എനിക്ക് ഇത് സെറ്റ് ചെയ്യണം. കാരണം അടുത്ത ഇവൻറ്റിന് പോകുമ്പോഴത്തേക്കും കുഞ്ഞൂസിന് ഈ ലൊക്കേഷൻ ബാൻഡും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എയർ ടാഗ് എന്നാണ് പേര് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് കൊച്ചുങ്ങളുടെ ഇതിൽ മാത്രമല്ല, ഇത് ഇവർ പറയുന്നത് നമ്മുടെ ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനും, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബാക്ക് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് എവിടെയാണ്, ബൈക്കിൻ്റെ എവിടെയെങ്കിലും വെച്ച് കൊടുത്ത ബൈക്കെന്ന് വെച്ചാൽ സൈക്കിള് ഔട്ട്സൈഡ് സിറ്റിയിലൊക്കെ കൊണ്ടുപോയി ആരെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കത് ട്രേസ് ചെയ്യാം. പിന്നെ അങ്ങനെ നമ്മുടെ വാലറ്റിനകത്ത് വെച്ചേക്കാം. അപ്പോൾ വാലറ്റ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓൺ സാധനങ്ങൾ ട്രേസ് ചെയ്യാൻ തന്നെ നമുക്ക് നമ്മുടെ ഓൺ സാധനങ്ങൾ ട്രേസ് ചെയ്യാൻ തന്നെ നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് വാട്ടർ പ്രൂഫൊക്കെ അതായത് കുഞ്ഞൂസിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കുഞ്ഞൂസിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞൂസ് നമ്മുടെ വീട്ടിലാണെന്നുള്ളത് കാണിക്കും. കൊള്ളാം. ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, കുഞ്ഞൂസിൻ്റെ കാറ്റർപില്ലർ സ്കൂള് ഏകദേശം തീരാറായി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ
പ്രൈമറി സ്കൂള്. ഇനിയിപ്പം കുഞ്ഞൂസിനെ ബിഗ് സ്കൂളിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ LKGയിലേക്ക് ചേർക്കുവാണ്. LKG UKG ഇതിപ്പം നമ്മുടെ പ്രീ സ്കൂളായിരുന്നു, പ്ലേ സ്കൂള് പോലെ. അപ്പം ഇന്ന് നമുക്ക് ഈ LKG UKG സ്കൂള് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയുള്ളൊരു സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളൊക്കെ കൊച്ചിനെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ പേരൻസിന് കൊച്ചിനെ കളക്ട് ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ കുഞ്ഞൂസിനെ ഇന്ന് ബിഗ് സ്കൂള് കാണിക്കാൻ പോവുക. അത് എനിക്ക് അവിടെ അകത്ത് കാണിക്കാൻ പറ്റത്തില്ല സ്കൂളിൻ്റെ. ഞാൻ ജസ്റ്റ് സ്കൂളിൻ്റെ ഔട്ട് സൈഡ് മാത്രം. ബാ സ്കൂളിലേക്ക് നമ്മൾ ഫസ്റ്റ് പോകുന്നത് പറഞ്ഞേ. ആ കാണുന്നതാണ് സ്കൂൾ കേട്ടോ. അവിടെ ഏകദേശം എത്ര മണി വരെ? 7 മണി, 7ാം ക്ലാസ് വരെ ഉണ്ടല്ലേ? 7ാം ക്ലാസ് വരെ ഉണ്ട് ഏകദേശം അവിടെ ഫ്രണ്ട്സ്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ സ്കൂള് കേട്ടോ. അവിടെ നമ്മുടെ LPS വരെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 7ാം ക്ലാസ്, പക്ഷേ ഇവിടെ 7ാം ക്ലാസ് ഇല്ല, ഇവിടെ 6th സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ UP സ്കൂളിലേക്ക് കുഞ്ഞൂസിനെ നമ്മൾ വേറെ സ്ഥലത്ത് ചേർക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ LP സ്കൂളല്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവരെ ജസ്റ്റ് കുഞ്ഞൂസിനെയൊക്കെ പുതിയ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് അവർ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുകയൊക്കെ ചെയ്തു, വീഡിയോ ഒക്കെ കാണിച്ചു. അതുപോലെ കളിക്കാനായിട്ട് കുറച്ച് ടോയ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു. പിന്നെ ബ്രീഫായിട്ട് അവരുടെ അടുത്ത് എന്തൊക്കെയോ, പിള്ളേരുടെ അടുത്ത് എന്തൊക്കെയോ ടീച്ചർമാർ പറയുന്നത് കേട്ടോ. ഒരു ടീച്ചറായിരുന്നു മെയിൻ, അവർ പറയുന്നത് കേട്ടു. പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട്, പുതിയ പേരൻസിനെ വിളിച്ചിട്ട് നമ്മളുടെ സ്കൂളിലെ വർക്ക് ബുക്ക്, അതുപോലെ സ്കൂൾ ബുക്ക്, അതുപോലെ കോപ്പി ബുക്ക്, ഇതൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ലഞ്ച് ബോക്സ് ഉണ്ട്, അപ്പോൾ ലഞ്ച് ബോക്സ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അത് നമ്മളൊരു ആപ്പുണ്ട്, അത് വാങ്ങിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി നമ്മൾ ഓർഡർ ചെയ്യണം. അതിനകത്ത് നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ചിക്കൻ റൈസ്, അങ്ങനെ ചിക്കൻ കറി റൈസ്, അങ്ങനെ കുറേ മെനു ഉണ്ട്. അത് ആ ആപ്പ് വഴി നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഓരോ ആഴ്ചത്തെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലത്തെ ഒരു ബോക്സിലാണ് അവർക്ക് ഇത് വരുന്നത് കേട്ടോ, നമ്മുടെ ഫുഡ് വരുന്നത്. അത് നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കാനാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഒരു ബൈറ്റൊക്കെ കഴിച്ചിട്ട് ചിലപ്പം വീട്ടിൽ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വേറെ ഓർഡർ ചെയ്യാം, അങ്ങനെ പറഞ്ഞു. പിന്നെ വേറൊരു ആപ്പ് കൂടെ പറഞ്ഞു, സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട്. നമ്മൾ ഇപ്പം ലേറ്റായിട്ട് കൊച്ചിനെ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയക്കാനും, പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് അവർക്ക് നമുക്ക് അയച്ചു തരാനും, പിന്നെ അതുപോലെ ആബ്സെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷനും, പിന്നെ ഇൻഡിവിജ്വൽ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങനെല്ലാം നടത്തുന്നതിന് വേണ്ടി ഒരു സ്പെസിഫിക് ഒരു ആപ്പ് പറഞ്ഞു. ഞാൻ ആപ്പിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അത് ഓരോരോ സ്കൂളിനും ഓരോ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ യൂണിഫോമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിഫോം എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളത്. പിന്നെ സ്കൂൾ കലണ്ടറിനെ കുറിച്ച് പറഞ്ഞു, അത് ഇവരുടെ വെബ്സൈറ്റിലുണ്ട്, അതല്ല ഇവർ ഇമെയിൽ അയച്ചു തരും. അപ്പോൾ നമുക്കത് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് വീട്ടിൽ വെച്ചേക്കാം. അപ്പം സ്കൂളിൻ്റെ ഒരു ഏതൊക്കെ ദിവസങ്ങളിൽ ഓഫുണ്ട്, എന്തൊക്കെയാണ് സ്പെഷ്യൽ ഡേയ്സ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു ബ്രീഫിംഗ് ഞാൻ പുതിയ പേരൻസിനെ സംബന്ധിച്ച് ഞങ്ങളടുത്ത് അവർ സെപ്പറേറ്റ് ഒരു റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞത് കേട്ടോ. കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഇപ്പം ഇവിടെ തന്നെ 2 സ്കൂളുണ്ട് കേട്ടോ. അപ്പം ഇവളുടെ കൂടെ പ്രീ സ്കൂളിലുണ്ടായിരുന്ന ചില പിള്ളേർ അങ്ങോട്ടാണ് പോകുന്നത്, കുഞ്ഞൂസിൻ്റെ കൂടെ ചില ആൾക്കാർ ഈ സ്കൂളിലാണ് പോകുന്നത്. അതുപോലെ പുതിയതായിട്ടും ജൂനിയർ ഇൻഫാൻ്റ് എന്നുള്ള രീതിയിൽ പുതിയതായിട്ടും പിള്ളേർ സ്കൂളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പിള്ളേർക്ക് ചില പിള്ളേർ ന്യൂ ഫേസസ് ആയിരിക്കും, ചില പിള്ളേർ ഇവരുടെ കൂടെ പ്രീ സ്കൂളിലുണ്ടായിരുന്ന പിള്ളേർ കാണത്തില്ല. വേറെ സ്കൂളിൽ പോകുമ്പം അവർ പുതിയതായിട്ട് ഈ സ്കൂളിൽ വരുമ്പോഴത്തേക്കും കുഞ്ഞൂസിന് ആ കുട്ടികളെ മിസ്സാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ കുഞ്ഞൂസ് എന്തായാലും ഇവിടുത്തെ റിയർ ക്രോസിലെ സ്കൂളിൽ തന്നെ ആയിരിക്കും അവളുടെ LPS ഫുള്ള്, LP ആൻഡ് UP എന്നല്ല നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ LP ഫുള്ള് ഇവിടെ ഈ റിയർ ക്രോസിൽ തന്നെ ആയിരിക്കും. പിന്നെ UP നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് മാറിയിട്ട് UP സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞൂസിൻ്റെ പുതിയ സ്കൂളിലേക്കുള്ളൊരു ജസ്റ്റ് ഒരു ബ്രീഫിങ്, നമ്മളവിടെ പോയിട്ട് ഒന്ന് കണ്ടതും എല്ലാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞൂസിൻ്റെ കിടക്കാൻ നേരമുള്ള കുത്തിമറിയൽ നോക്കിക്കേ, കുത്തിമറിയൽ കാണിച്ചേ. ഉയ്യോ, കൊള്ളാം. കുത്തിമറിഞ്ഞു.
എവിടെ പോവാ? എടി അതുവഴിയല്ല കേറുന്നേ. കൊള്ളാം. ഇറങ്ങുന്ന ഉം. ഉണ്ടോ കാണിക്കുന്നേ? പിന്നെ വേറൊരു സാധനമുണ്ട് ഒളി വണ്ണോട്. പിക്ചേഴ്സ് നോക്കി സ്കൂളിലത്തെ. അത് കണ്ടു. വീഡിയോ ഒള്ളി വണ്ണൂടെ കാണിക്കും. നീ എന്താന്ന് വെച്ചാ വീഡിയോ കാണിക്കേ. കുഞ്ഞുസിന്റെ പിക്ചേഴ്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അതാ കുഞ്ഞുസ് പറയുന്നത്. സ്കൂളിലത്തെ. സ്കൂളില്. ഓക്കെ. പിന്നെ പിന്നെ എന്റെ ഹാൻഡ് പ്രിന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി വീഡിയോയില്. ഇതെന്തിനാ ഇങ്ങനെ പോകുന്നത്? ഓൾറെഡി ലാഡർ അവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? ഇതൊക്കെയാണ് ഈ ഇങ്ങനത്തെ ബെഡൊക്കെ വാങ്ങിയ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. ഈ ലാഡറൊന്നും അവർ യൂസ് ചെയ്യത്തില്ല. കാണിക്കുന്നുണ്ടോ? അയ്യോ, കൊള്ളാം. കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. വേറൊന്നുമില്ല, കഴിഞ്ഞു. പിക്ചേഴ്സ് കണ്ടു. ഇത് കുഞ്ഞൂസിന്റെ ഇപ്പോഴത്തെ പ്രീ സ്കൂളിലെ പിക്ചേഴ്സ് ആണ് കേട്ടോ. കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. പിന്നെ ഇന്നലെ ഐസ്ക്രീം കിട്ടി എനിക്ക്. ഓക്കെ. പിന്നെ എല്ലാം ഉണ്ട്. എല്ലാം കണ്ടു. ഇതൊക്കെ ഓരോരുത്തർ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടുണ്ട് ആൾക്കാർ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഉണ്ടോ? ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികളാണ്. കൊള്ളാം. ഗുഡ് ഗേൾ. കണ്ടു. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഇനിയില്ല. ഓ ഓക്കെ. ഗുഡ് നൈറ്റ്.